നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. 10ാം ക്ലാസ്സുകാരുടെ മോഡൽ എക്സാം എല്ലാം ഇന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് ഒരിക്കലും റെസ്റ്റ് എടുക്കാതെ പബ്ലിക് എക്സാമിലേക്ക് നന്നായിട്ട് അങ്ങ് പഠിച്ചു കയറുക. എന്നാൽ നല്ല റിലാക്സ് ചെയ്ത് ഈസി ആയിട്ട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. എല്ലാം പ്ലേലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. മോഡൽ എക്സാം എല്ലാം നന്നായിട്ട് എഴുതുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികളും ഒരുപാട് പേരെന്നെ വിളിക്കുന്നു, വാട്സപ്പ് ചെയ്യുന്നു. ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് പവർ വരട്ടെ. അടിപൊളി. കുറച്ച് ദിവസം മുമ്പല്ല, ഇന്നലെ ഞാൻ വയനാട്ടിൽ നിന്ന് കുറെ കുട്ടികൾ വിളിച്ചു. ഒരു ടീമായിട്ട് വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒരു ടീമായിട്ട് വിളിച്ചു. അതായത് മിഗ്ദാദ്, കുട്ടികളുടെ പേരാണ് മിഗ്ദാദ്. ഞാൻ പറഞ്ഞതിൽ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കുട്ടികള്. മിഗ്ദാദ്, മുഹമ്മദ്, ഉവൈസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് 10 പേരുള്ള അവരൊരു കൂട്ടുകാരാണ്. ചങ്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, ചങ്ക് കൂട്ടുകാരുമാണ് അവര് GHSS കുറ്റ്യാടി വയനാട് സ്കൂളിലെ കുട്ടികളാണ്. ഒരുപാട് സന്തോഷം. അവര് ഒരുപാട് ക്ലാസ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒരുപാട് ഞങ്ങളെല്ലാം നന്നായിട്ട് എഴുതാൻ പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആ കുട്ടികളോട് ഒരുപാട് സ്നേഹം. കേരളത്തിലെ ഒരുപാട് കുട്ടികൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് ക്ലാസ്സിൽ കണ്ട് പഠിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് രീതിയിൽ അധ്യാപകനുള്ള രീതിയിൽ സന്തോഷം. അന്നേരം മിഗ്ദാദിന്റെ GHSS കുറ്റ്യാടിയിലെ എല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക ഒരു ഹായ്. അവർക്ക് പ്രത്യേകം സ്പെഷ്യൽ താങ്ക്സ്. കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ. ഇനിയുള്ളതെല്ലാം നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വിധിച്ച് എങ്ങനെയൊക്കെ നേടാൻ നിങ്ങളെ സഹായിക്കുന്നു അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ മൊത്തം വരിക. ഇപ്പോഴും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ പോവാണ്. ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇത് രണ്ടാമത്തെ പാർട്ടാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എല്ലാം വരും. അടിപൊളിയായിട്ട് പഠിക്കണം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അന്നേരം ഉറങ്ങാതെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു സമയം പോലും ഇനി റെസ്റ്റ് എടുക്കേണ്ട. പരീക്ഷ തീരുന്നവരെ, പരീക്ഷ കഴിഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ വാ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ തന്നെ നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാം. ഒബ്സർവ് ദി ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് അറിയാം. ഈ സർക്യൂട്ട് ഡയഗ്രാമിനകത്ത് 2 റെസിസ്റ്ററുകൾ, 2 പ്രതിരോധം തന്നിട്ടുണ്ട്. പിന്നെ ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്, സ്വിച്ച് തന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സർക്യൂട്ട് ഡയഗ്രാം കറക്റ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം, കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതിനകത്ത് ഒരു റെസിസ്റ്റർ, ഒരു പ്രതിരോധത്തിന്റെ R1 എന്ന് പറയുന്നത് 8 ഓം, അടുത്തതിന്റെ R2 എന്ന് പറയുന്നത് 35 ഓം എന്നാണ്. യൂണിറ്റ് എല്ലാം വളരെ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ AC വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്, 230 വോൾട്ടതയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം അടിപൊളി. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. എളുപ്പം. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ഇത് ഏത് തരം സർക്യൂട്ടാണ്, സീരീസ് ആണോ പാരലൽ ആണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അടുപ്പിച്ച് കണക്ട് ചെയ്താൽ അത് സീരീസും, മുള്ളും താഴെയായിട്ട് കണക്ട് ചെയ്താൽ അത് പാരലും ആണ്. അപ്പൊ ഇത് ഏതുതരം സർക്യൂട്ടാണ്? സീരീസ് സർക്യൂട്ടാണ്. എന്തോ സർക്യൂട്ടാണ്? സീരീസ് സർക്യൂട്ട്, അല്ലെങ്കിൽ ശ്രേണി രീതിയിലുള്ള സർക്യൂട്ടാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. R = 2 ഉണ്ടെങ്കിൽ R1 + R2. നമുക്ക് ആദ്യത്തെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ A എന്നിങ്ങനെ എഴുതുക. അല്ല, തന്നിരിക്കുന്ന ഡേറ്റ അല്ല എഴുതുക, തന്നിരിക്കുന്ന എല്ലാ വിലകളും നമ്മൾ എഴുതുക. R1 എന്ന് പറയുന്നത് നല്ല ഐശ്വര്യമായിട്ട് എഴുതുക 80 ഓം. R2 എന്ന് പറയുന്നത് 35 ഓം അല്ലേ. പിന്നെ തന്നിട്ടുണ്ട് V എന്ന് പറയുന്നത് 230 വോൾട്ട്. A എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സബല പ്രതിരോധം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ R = 2 ഉള്ളതുകൊണ്ട് R = R1 + R2. എന്ത് ഈസി? R = R1 എന്ന് പറഞ്ഞാൽ 80 + R2 എന്ന് പറഞ്ഞാൽ 35 എന്ന് പറഞ്ഞാൽ R = 115 ഓം. ഇതിന് കാൽക്കുലേറ്റർ വല്ലതും വേണോ? ഒന്നും വേണ്ട. R = 115 ഓം ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം കണ്ടുപിടിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി സർക്യൂട്ട് ഇൻ 5 minutes. ഞെട്ടിച്ചോളൂ. എത്രമാത്രം ഹീറ്റ്, താപം ജനറേറ്റ് ചെയ്യുന്നു
5 മിനിറ്റിനുള്ളിൽ എന്ന് കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തത് ബി, രണ്ട് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാതെ കേട്ടോ. h is equal to v square t by r വെച്ച് കണ്ടുപിടിക്കാം. h is equal to I square rt വെച്ചും കണ്ടുപിടിക്കാം. ഈ രണ്ടും കണ്ടുപിടിച്ചാലും ഉത്തരം സെയിം തന്നെ ആയിരിക്കും. അത് നമുക്ക് h is equal to v square t by r വെച്ച് നോക്കാം. t തന്നിട്ടുണ്ട്, എത്ര മിനിറ്റ് ആണ്? 5 minutes ആണ്. അന്നേരം എല്ലാ കുട്ടികളും ഒന്ന് ശ്രദ്ധിച്ചേ, 5 minutes എന്ന് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, എന്തിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ 1 into 60, 1 ഗുണം 60. അന്നേരം 5 മിനിറ്റ്സിനെ സെക്കൻഡ് ആവുമ്പോൾ 5 into 60 എന്ന് പറഞ്ഞാൽ t is equal to 300 സെക്കൻഡ് എന്ന് കിട്ടിയത്തില്ലയോ? കിട്ടും. എന്നിട്ട് നമുക്ക് h is equal to v square t by r. v square എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? v square 230 ആണ്. അന്നേരം 230 സ്ക്വയർ into t ക്ക് പകരം 300 by r ന് പകരം 115 നമ്മളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സ്ഥാനം താഴോട്ടില്ല, അതുകൊണ്ട് ഇവിടെ എഴുതുകയാണ്. h is equal to 230 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 into 230 into 300 by 150. h is equal to, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ 115 into 2 എന്ന് പറയുന്നതാണ് 230. ബാക്കിയുള്ള എല്ലാവരും ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് 138,000. ഹീറ്റിന്റെ യൂണിറ്റ് വിട്ടുപോകരുത്, ജൂളാണ്. എന്നാലും ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക h is equal v square t by r. അന്നേരം നിങ്ങൾ പറയും സാറ് പറഞ്ഞില്ലേ h is equal I square rt വെച്ച് കണ്ടുപിടിക്കാം, പിന്നെ കറണ്ട് ഇതിനകത്ത് ഇല്ലല്ലോ. അത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. എങ്ങനെ അറിയോ? I is equal to v by r വെച്ച് കണ്ടുപിടിച്ചാൽ മതി. v by r നിങ്ങൾ ചെയ്ത് നോക്കണം. I is equal to v by r. v എന്ന് പറയുന്നത് 230, r എന്ന് പറയുന്നത് 150. അന്നേരം I is equal to 230 by 150. I is equal to 2 ആംപിയർ കിട്ടും. എന്നിട്ട് നിങ്ങൾ I square r3 ചെയ്യുമ്പോൾ ഇതേ ഉത്തരം തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. രണ്ട് രീതിയിൽ ചെയ്യാം. എളുപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പം, ആർക്കും ഇഷ്ടം എളുപ്പം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് തോന്നുന്നോ അതങ്ങ് ചെയ്യും. രണ്ടാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു, അഴിച്ചു പൊളിച്ചു. അടുത്ത മൂന്നാമത്തെ, if one more resistance of 50 ohm is connected in series, what happens to the heat generated? ഒരു രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഓൾറെഡി, 80 ohm 35 ohm. ഇതുപോലെ ഒരെണ്ണോടെ ഒരു റെസിസ്റ്ററോടെ തന്നാൽ, ഒരു പ്രതിരോധം തന്നു കഴിഞ്ഞാൽ അന്നേരം അവിടെ ഹീറ്റിന് എന്തെങ്കിലും സംഭവിക്കൂ? ഉറപ്പായിട്ട് സംഭവിക്കാതിരിക്കുമോ? ഇല്ലേ? ഒരെണ്ണോട് തന്നെയാണ് 50 ohm എന്ന് പറഞ്ഞിട്ട് ഒരു റെസിസ്റ്ററോട് തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് കൂടുവോ ഇല്ലയോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഹീറ്റ് കൂടും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇക്വേഷൻ വെച്ച്, അതായത് h is equal to I square rt വെച്ച് നമുക്ക് കറണ്ട് കൂടിയാൽ, ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അന്നേരം കറണ്ട് കൂടിയാൽ ഹീറ്റും കൂടും, റെസിസ്റ്റൻസ് കൂടിയാലും ഹീറ്റ് കൂടും. അന്നേരം നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്, ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കണക്കായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതിനെക്കാട്ടി കൂടുതൽ ഉത്തരം കിട്ടും. കാരണം R1 80 ohm, R2 35 ohm, R3 ആയിട്ട് നമ്മൾ ഇവിടുത്തെ 50 ohm കൂടെ വെച്ച് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കൂടുതൽ ഉത്തരം കിട്ടും ഉറപ്പായിട്ടും. അന്നേരം സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് കൂടുതലാണ്. ഹീറ്റ് കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ട് കൂടുതലാണ്, അല്ലെ? അല്ലെങ്കിൽ കറണ്ട് കൂടിയാൽ അവിടെ ഹീറ്റ് കൂടുക, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ മോഡൽ എക്സാം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്തില്ലെങ്കിലും ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പബ്ലിക് എക്സാം ചാൻസ് വളരെ കൂടുതലാണ്. വിട്ടുകളയരുത്. പരേഷ് മുടേഷെല്ലാം റെഡി ആയിട്ടിരിക്കുക. പടക്കം എന്ന് പറഞ്ഞ് പഠിക്കണം കേട്ടോ. മണി പോലെ നമ്മളിങ്ങനെ ചെയ്ത് കാണിക്കും. മണി പോലെ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. ഓക്കെ വാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. Which type of lens give only erect images? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജസ്, നല്ല നിവർന്നുള്ള ഇമേജസ് കിട്ടുന്നത് ഏത് തരം ലെൻസിനാണ്? സംശയമില്ലാതെ പറയണം ആൻസർ. ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞു. കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസ്.
അത് നമ്മുടെ ഇതുവരെ ഉള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് പഠിച്ചു വെച്ചേക്കണം. പിന്നെ അന്നേരം എളുപ്പമായിരിക്കും അങ്ങോട്ട് മാർക്ക് കിട്ടാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. When it rains, the water drops falling down appears like silver rods. Name the phenomenon behind this. ഞാൻ എൻ്റെ മലയാളം പറഞ്ഞിട്ടെ. നമ്മളിങ്ങനെ നല്ലപോലെ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, നല്ലപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം ഈ സ്ഫടിക റോഡുകൾ വീഴുന്നത് പോലെ, നല്ല സിൽവർ റോഡ്സ് വീഴുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന മഴ, നല്ല മഴ പെയ്യുമ്പോൾ. അന്നേരം അത് എന്ത് ഫിനോമിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ഷണ സ്ഥിരത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. അതാണ് എൻ്റെ ആൻസർ. നെയിം ദി ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഈസ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നതാണ് എൻ്റെ ഉത്തരം. എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ഡൗൺ അനദർ സിമിലർ എക്സാമ്പിൾ. പിന്നെ എന്താ, നമുക്ക് എത്ര എക്സാമ്പിൾ വേണമെങ്കിൽ കൊടുക്കാം. ന്യൂട്ടന്റെ കളർ ഡിസ്ക്, ന്യൂട്ടന്റെ വർണ്ണ പമ്പരം. ഇങ്ങനെ എല്ലാ കളറും ഇങ്ങനെ അതാ ഒരു ബോർഡിൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മുടെ ഹോൾ ഇട്ട് ഇങ്ങനെ കറക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവള പ്രകാശം കിട്ടുന്ന ന്യൂട്ടന്റെ കളർ ഡിസ്ക് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. ഒരു കുട്ടി ഇങ്ങനെ തീപ്പന്ത് ഇങ്ങനെ കറക്കുമ്പോൾ അത് ഗോളാകൃതിയിൽ ഇങ്ങനെ കറങ്ങി പോകുന്നതും എല്ലാം ഏതിന് ഉദാഹരണമാണ്? വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നല്ല അടിപൊളി ഒരു ചോദ്യമാണ്. ഇതും ഈ ഒരു ടൈപ്പ് ചോദ്യം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഇത് 6ാമത്തെ ചാപ്റ്ററിലെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ പഠിക്കുന്നത് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത അതിനകത്തുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ദി പവർ ഓഫ് എ ലെൻസ് ഈസ് -1.25 D. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? അതായത് ഒരു ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് -1.25 ആണ്. ഞാൻ ടിപ്പ് ആൻഡ് ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ലെൻസ് ഏത് തരം ലെൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ, പവർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പവർ ഓഫ് എ ലെൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഒരു കോൺവെക്സ് ലെൻസിന് പവർ പോസിറ്റീവും, ഒരു പവർ ഓഫ് എ ലെൻസ് ഈസ് നെഗറ്റീവ് ഫോർ എ കോൺകേവ് ലെൻസ്. നെഗറ്റീവ് ആണ് ഒരു കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസിന് പവർ പോസിറ്റീവും നെഗറ്റീവ് കോൺകേവ് ലെൻസിനാണ്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പവർ ഓഫ് എ ലെൻസ് എപ്പോഴും മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡി എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് നോക്കിയേ, ഒരു ലെൻസിന്റെ പവർ -1.25 D. ഏത് തരം ലെൻസ് ആണ്? പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കോൺവെക്സ് ലെൻസ് എന്ന് എഴുതാമായിരുന്നു. നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നമ്മൾ എന്ത് എഴുതിയും? കോൺകേവ് ലെൻസ് എന്ന് എഴുതും. എന്ത് ലെൻസ് എഴുതും? കോൺകേവ് ലെൻസ്. കണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ സമയങ്ങളിതില്ലേ, 40 മാർക്ക് മതി, 80 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ 80 മാർക്കിന്റെ എഴുതും, ഉറപ്പാണ്. നമ്മുടെ കാണുന്ന എല്ലാ കുട്ടികളും 80 മാർക്കിന്റെ എഴുതും. 40 മാർക്ക് കിട്ടില്ല, നിങ്ങൾക്ക് 80 മാർക്കും കിട്ടും. പിന്നെ 40 ഫുൾ മാർക്കും കിട്ടുക. ഫുൾ എഴുതാൻ നിങ്ങൾക്കുള്ള അവസരം, സ്പീഡ് കിട്ടും. അതുപോലെ ക്ലാസ്സിൽ കണ്ടു തുടങ്ങും. കാണാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർക്ക്, ആദ്യമായിട്ട് കാണാൻ ഇരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം. റെഡി? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനും ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഡൽ എക്സാമിനും ഒക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന പബ്ലിക് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു ഔട്ട്പുട്ട് ഗ്രാഫ് ആണെന്നുണ്ട്. ഔട്ട്പുട്ട് ഗ്രാഫ് ഓഫ് വിച്ച് ഡിവൈസ് ഈസ് ഡെപ്പിക്കേറ്റഡ്. അതൊരു ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഡിവൈസ് ആണെന്ന് പറയാനാണ് പറയുന്നത്. അതൊക്കെ പടക്കം ചോദ്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അറിയാതെ ഉത്തരം എഴുതി പോകും. നിങ്ങൾ നോക്കിയേ, ഇത് യഥാർത്ഥത്തിൽ എപ്പോഴും ഒരു ഇങ്ങനെ വരുന്ന ഗ്രാഫ്, സൈനിന്റെ കർവ് പോലെ ഇങ്ങനെ വരുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും AC ഗ്രാഫാണ്, അല്ലേ? അന്നേരം ഏത് തരം ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ AC ജനറേറ്റർ ആണ്. AC ജനറേറ്റർ. എപ്പോഴും DC-യുടെ ഗ്രാഫ് എങ്ങനെ വരുന്നത്? DC-യുടെ ഗ്രാഫ് ഒറ്റ ഡയറക്ഷനിലായിരിക്കും വരുന്നത്, ഒറ്റ ഡയറക്ഷൻ. പക്ഷെ AC-യുടെ ഗ്രാഫ് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഇടവേളകളിൽ വരുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ AC, അല്ലേ? ഇത് ഏത് തരം ഡിവൈസ് ആണെന്ന് നിങ്ങളോട് ചോദിക്കാൻ AC ജനറേറ്റർ ആണ്. അതിന്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്? AC ജനറേറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ഇലക്ട്രോമാഗ്നറ്റിക്
ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക പ്രേരണം. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ, തത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എളുപ്പം നിങ്ങൾക്ക് പറയാം, ഈസി ആയിട്ട്. ഫൈൻഡ് ദി ഓഡ് വൺ ഫ്രം ദി ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, 4 പേരടങ്ങുന്ന ഒരു ഭയങ്കര ഗ്രൂപ്പാണ്. പീറ്റ്, ലിഗ്നൈറ്റ്, കോക്ക്, ബിറ്റുമിനസ് കോൾ. ഇതിനകത്ത് ഓഡ് വൺ, ഒറ്റയാനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. പീറ്റും ലിഗ്നൈറ്റും ബിറ്റുമിനസ് കോളും ഒക്കെ ഒറ്റ മെമ്പർമാരെല്ലാം ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിനകത്ത് ഇല്ലാതാണ്ട് ഇവനാണ്, കോക്കാണ്. ആൻസർ എന്ന് പറയുന്നത് കോക്കാണ്. ബാക്കിയുള്ളവന്മാരെല്ലാം ഒരു ഗ്രൂപ്പാണ്. പാവം ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, കോക്കാണ്. കോക്കെ, കോൾഗാസ്, കോൾട്ടാർ, അമോണിയ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇങ്ങനെയുള്ളതെല്ലാം ഒരു ഗ്രൂപ്പാണ്, ഇവന്മാരെല്ലാം വേറെ ഗ്രൂപ്പാണ്. അന്നേരം ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ഒരു മെസ്സേജ് കൂടെ പാസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ് കുട്ടികളോട് എല്ലാം ഒന്ന് പാസ് ചെയ്തേക്കുക. നിങ്ങൾ അറിയാവുന്ന ഒരു വീഡിയോ കാണുന്നവര് ആദ്യത്തെ 5 ചാപ്റ്റർ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചേക്കുക. എല്ലാ 10ാം ക്ലാസ്സിലെ കുട്ടികളും ആദ്യത്തെ ഫിസിക്സിന്റെ 5 ചാപ്റ്റർ 1, 2, 3, 4, 5 ഈ 5 ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് 90% ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. A+ഓ അതിൽ കൂടുതലോ മേടിക്കാൻ 80, 60, 70 മാർക്ക് മേടിക്കാൻ സാധിക്കും ആദ്യത്തെ 5 ചാപ്റ്റർ പഠിച്ചാൽ. ബാക്കിയുള്ള 2 ചാപ്റ്റർ പഠിച്ചാൽ അതുകൊണ്ടുള്ളൊരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത്, അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരം അങ്ങ് എഴുതാം. ബാക്കിയുള്ള 5 ചാപ്റ്ററിൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പക്ഷേ ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്നായിരിക്കും 90% പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇത് വാക്കാണ്. ബാക്കിയുള്ള 2 പാഠത്തിനകത്ത് നിന്ന് ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മുടെ വീഡിയോസ് കണ്ടാൽ എളുപ്പം പഠിക്കാം. അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനെ ഒരു ബ്രെയിനിൽ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ, വാ.